എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഏതാണ്ട് 25 വർഷമായി. അപ്പോൾ ആളെ ഞാനൊന്ന് വിളിക്കാം, എന്നിട്ട് ബാക്കി ചരിത്രങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഓക്കെ, വാ റോക്കി. എൻ്റെ ഈ കൂട്ടുകാരൻ്റെ പേര് ഓക്കെ, നീ പറഞ്ഞു. ഓക്കെ, നീ പറഞ്ഞു. ഓക്കെ, നിന്റെ പേര് പറയാമോ? ഓക്കെ, എന്നാ നീ തന്നെ പറ. നിന്നോട് പറയാനല്ലേ പറഞ്ഞേ. മറന്നുപോയ പേര് മറന്നുപോയോ? എന്നാ ഞാൻ പറയാം. ഇവന്റെ പേര് പേര് പറയേ. എന്റെ പേര് അങ്കിള് പറ. ഞാൻ പറയണോ? നീ പറയാതെ ഇപ്പൊ തന്നെ പറഞ്ഞേ. അങ്കിള് പറഞ്ഞ. ഓക്കെ, എന്നാ ഞാൻ പറയാം. ഇവന്റെ പേര് എന്താ? എന്റെ പേര് റോക്കി. റോക്കി എന്നാണ് ഈ കൊച്ചു കൂട്ടുകാരന്റെ പേര്. ഞാൻ പറഞ്ഞതുപോലെ 25 വർഷം മുൻപാണ് എൻ്റെ കൂടെ വന്നത്. 25 വർഷം മുൻപ് എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് ഈ പെട്ടി എൻ്റെ കയ്യിൽ തരിക. ഈ പെട്ടിയല്ല, ഇതുപോലൊരു പെട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, ബാബു, ഇതിനകത്ത് സംസാരിക്കുന്ന ഒരു പാവയുണ്ട്. ഞാൻ അതുവരെ സംസാരിക്കുന്ന പാവയെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് ഞാൻ പെട്ടി തുറന്നു. നേരത്തെ എന്നോട് പേര് പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു, മോനെ റോക്കി. റോക്കി പറയുന്ന ഭാഷ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പെട്ടി അടച്ചു വെച്ചു. തിരിച്ചെന്തെങ്കിലും പറയണമല്ലോ. ഞാൻ ആലോചിച്ചു, എന്ത് ഭാഷയായിരിക്കും? അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ട് ഇംഗ്ലീഷ് ആകാനാ സാധ്യത. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് എല്ലാം ഞാൻ തപ്പിയെടുത്തു. മൈ നെയിം ഈസ് ബാബു, യെസ്, നോ, ഓക്കെ, ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളായിരുന്നു. ഞാൻ അറിയാവുന്ന ഭാഷയൊക്കെ ആയിട്ട് പിറ്റേന്ന് വീണ്ടും ചെന്ന് പെട്ടി തുറന്നു. പെട്ടി തുറന്നിട്ട് വിളിച്ചു, മോനെ റോക്കി. മൈ നെയിം ഈസ് ബാബു. യെസ്. യെസ്. എന്നാ നോ. യെസ്. എന്നാ നോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ തർക്കത്തിലായി. ഞാൻ പറയുന്നത് അവനും മനസ്സിലാകുന്നില്ല, അവൻ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല. ഏതായാലും വീണ്ടും ഞാൻ പെട്ടി അടച്ചു. പിറ്റേ ദിവസം ഞാൻ ഇവനെ ഒന്ന് മലയാളം പഠിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് പിറ്റേ ദിവസം ചെല്ലുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ചെന്നു, പെട്ടി തുറന്നു. റോക്കിയെ വിളിച്ചു, മോനെ റോക്കി. മോനെ റോക്കി, നീ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ പറ്റത്തില്ല. ഓ, മലയാളം പഠിക്കണം. മീനല്ലെന്നേ, മലയാളം. യെസ് യെസ്, മലയാളം. ആ, ഗുഡ് ഗുഡ്. അങ്ങനെ തന്നെ ഒന്നുകൂടെ പറഞ്ഞേ, മലയാളം. ഓക്കെ, ഞാൻ മലയാളം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ആ, മാ, കാ, എന്തോ പറഞ്ഞാലും യാ യാ. ഗൾഫിൽ നിന്ന് വന്ന കൊച്ചന്മാരുടെ പോലെ ഞാൻ വിഷമത്തിലായി. ഏതായാലും കൊള്ളാം, കുറെ ദിവസം കൊണ്ട് റോക്കിയെ മലയാളം പഠിപ്പിച്ചു. ഇപ്പൊ റോക്കിയോട് ചോദിച്ചാൽ ഓക്കെ, റോക്കിയെ മലയാളം പഠിപ്പിച്ചു. റോക്കിക്ക് മലയാളത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ അറിയാം. റോക്കി ആദ്യം ഞാൻ മലയാളത്തിലെ നമ്മുടെ വാക്യങ്ങളാണ് പഠിപ്പിച്ചത്. ഓക്കെ, ഞാൻ റോക്കിയോട് വാക്യങ്ങൾ ചോദിക്കാം. റോക്കി പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൈയടിക്കണം. ഓക്കെ, ബൈബിളിലെ ആദ്യത്തെ വാക്യം ഒന്ന് പറയാമോ? ഞാൻ തന്നെ പറയണോ? പിന്നെ അവരോട് ചോദിക്കേ. ഇല്ല, നിന്നോടാ ചോദിച്ചേ. നീ തന്നെ പറ. ആകാശം ഭൂമി സൃഷ്ടിച്ചു. കൈയടിച്ചല്ലോ. ഓക്കെ, വേറെ ഏത് വാക്യം പറയണ്ടേ? നിനക്ക് എത്ര വാക്യം അറിയാം? എനിക്ക് 200 വാക്യം അറിയാം. 200? ആഹാ, 200 എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഒരു 10-20 വാക്യം എനിക്കറിയാം. 10-20 വാക്യങ്ങൾ അറിയാം. ഓക്കെ, അറിയാവുന്ന കുറച്ച് വാക്യങ്ങൾ പറയാം. ഇനി ഏത് വാക്യം പറയാൻ പോകുന്നത്? ഇയ്യോബിന്റെ വാക്യം പറയട്ടെ. ആ, ഓക്കെ, ഇയ്യോബിന്റെ വാക്യം പറയാം. പറഞ്ഞു. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, അത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇതെവിടെ പറഞ്ഞേക്കുന്നേ? ഇയ്യോബിന്റെ ഒരു അധ്യായത്തിലാണ്. ഓക്കെ ഓക്കെ, എന്നാ ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്തത് എവിടുന്ന? ഓക്കെ, പറഞ്ഞു. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞു? ഇതുപോലെ 8 ഉണ്ടെന്നേ.
അത് ശരി, അത് വേറെ വേറെ പറയാനുള്ള പരിപാടിയായിരുന്നില്ലേ എന്നോടാക്കുള്ളത്. ഓക്കെ, അത് വേണ്ട. നമുക്ക് എന്നാ പിന്നെ ഇയ്യോബ് വിട്, സങ്കീർത്തനത്തിലേക്ക് കയറിയാലോ? ഓക്കെ, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, എന്നാ 1-ാം സങ്കീർത്തനത്തിൽ തുടങ്ങാം അല്ലേ? നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. എങ്കിലേ എന്താ മോനെ? എന്നെ ഇരിപ്പിടത്തിൽ നിന്ന് താഴെ ഇറക്കാമോ? അതെന്തിനാടാ? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. ഓ, അത് ശരി, നീ എനിക്കിട്ടതാക്കിയതല്ലേ. എന്നാ പിന്നെ നമുക്ക് സങ്കീർത്തനം ഒന്ന് മാറ്റാം. വേറെ സങ്കീർത്തനമായാലോ? 23. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് ഇങ്ങോട്ടുണ്ടാകയില്ല. ചിരിക്കുന്ന എന്തിനാ? നോക്കിക്ക്, എനിക്ക് ഇങ്ങോട്ടില്ല. ഓ, ശരിയാ ശരിയാ, ഇവന് മുട്ടില്ല, ഇവനൊരു ബോധമില്ല. അങ്കിളാ ബോധമില്ലാത്ത. എടാ, ഈ മുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഈ മുട്ടിന്റെ കാര്യമാണോ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? പിന്നെ ഏതോ കിട്ടാ? നിനക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ലെന്നാ ബൈബിൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണോ? ആ അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നിനക്ക് ബോധമില്ലെന്ന്. അങ്കിളാ ബോധമില്ലാത്ത, അങ്ങനെ പറയാൻ കാണില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ പറയാൻ പാടില്ല. ശരി ശരി. ഓക്കെ, അപ്പോ 23-ാം സങ്കീർത്തനം കഴിഞ്ഞു. ഇനി ഏതോ സങ്കീർത്തനം? 34. ഓക്കെ. ഞാൻ യഹോവയുടെ കാലത്തും കാലത്തും സ്തുതി എപ്പോഴും എന്റെ നാവിൽ ഇരിക്കുന്നു. എന്തിനാ ആളുകളെ കോക്കരി കാണിക്കുക? അല്ലെന്നേ, എനിക്ക് നാവില്ല. ഓ, അവന് നാവില്ല, എന്നാലും നാവിന്മേൽ യഹോവയുടെ സ്തുതി ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, ആവട്ടെ. ഇനി വേറെ എന്താ പറയാൻ പോകുന്നത്? ഇതുപോലെ ഒത്തിരി ഒത്തിരി ബൈബിൾ വാക്യങ്ങൾ പുള്ളിക്കറിയാം, ഒത്തിരി ബൈബിൾ വാക്യങ്ങൾ. ഇനി പാട്ടുകളുടെ കാര്യമാണെങ്കിലോ ഒരുപാട് പാട്ടുകൾ അറിയാം. മലയാളമോ ഇംഗ്ലീഷോ തമിഴോ ഏത് വേണമെങ്കിലും ഭാഷയിൽ പുള്ളിക്ക് പാടാനായിട്ട് അറിയാം. ഓക്കെ, ഒരു പാട്ടൊന്ന് പാടി കേൾപ്പിക്കാമോ? അതെ, നീ തന്നെ ചോദിക്കും. ഞാനൊരു ഇംഗ്ലീഷ് പാട്ട് കാണട്ടെ. പാടിപ്പാടാൻ അവർ പറയുന്നത് ഒരു ഇംഗ്ലീഷ് പാട്ട്. ശരി, അത് പാടി. This is the day that the Lord has made, that the Lord has made. We will rejoice and be glad in it. This is the day that the Lord has made. We will rejoice and be glad in it. This is the day that the Lord has made. ഓക്കെ, അപ്പോ റോക്കി ഒരുപാട് ബൈബിൾ വാക്യങ്ങളും ഒരുപാട് പാട്ടുകളും ഒക്കെ അറിയാമെങ്കിലും ഇതുപോലെ കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ എന്നോടൊരു ചോദ്യം ചോദിക്കും. അത് പറയാതെ എങ്ങനെ? അവരറിയണ്ടേ? അത് പറയണ്ട. എന്നാലും ഓക്കെ, തിരിച്ചു ചെല്ലുമ്പോൾ എന്നോടൊരു ചോദ്യം ചോദിക്കും. എന്താ മോനെ? എന്താ? റോക്കി സ്വർഗത്തിൽ പോവുക? റോക്കി ചോദിക്കാറുണ്ട് ചോദ്യം. ഓക്കെ, കൊച്ചുമക്കളോട് ചോദിക്കാം, റോക്കി സ്വർഗത്തിൽ പോകുമോ? റോക്കിക്ക് ഒത്തിരി ബൈബിൾ വാക്യങ്ങൾ അറിയാം, നല്ല നല്ല പാട്ടുകൾ അറിയാം, സ്വർഗത്തിൽ പോവില്ലയോ? ഉണ്ട്. ഓക്കെ, എന്ത് പറയുന്നു മക്കളെ? ഇല്ല. ഓക്കെ, റോക്കിയോട് ഞാൻ പറയുന്ന ഉത്തരം പറയാം. റോക്കി ഇതുപോലെ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും, മോനെ റോക്കി, നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. റോക്കിക്ക് സ്വർഗത്തിൽ പോകാൻ ഒത്തിരി ആഗ്രഹമാണ്. പക്ഷേ റോക്കിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ റോക്കി കരയാനായിട്ട് തുടങ്ങും. ഞാൻ പറയും, റോക്കി മനുഷ്യരെ മാത്രമേ സ്വർഗത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. കൂടെ കൊണ്ടുപോകുമോ? പുള്ളിക്ക് വലിയ ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകാൻ. ചിലർ വിചാരിച്ചേക്കുന്നത് അങ്ങനെയാ, പപ്പായും മമ്മിയും പോകുമ്പോ എന്നെയും കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ. അതേത് വഴിയാ? സ്വർഗത്തിലേക്ക് നാഷണൽ ഹൈവേ ഉണ്ടോ? സ്വർഗത്തിലേക്ക് ഒറ്റ വഴിയുള്ളൂ, അത് യേശു കർത്താവാണ്. യേശു കർത്താവിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ മറ്റൊരു വഴിയും ഇല്ല. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതുപോലെ റോക്കി? വാക്യം അറിയാം, ഇതുപോലെ പറ്റും. വാക്യമൊക്കെ അറിയാം. ആ വാക്യം എന്ന് പറഞ്ഞ് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വാക്യം നിനക്കറിയാം, പലർക്കും വാക്യം അറിയാം, പക്ഷേ ഇത് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഓക്കെ, അപ്പോൾ യേശു കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഇടയായിട്ട് തരണം. അപ്പോൾ റോക്കിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടെങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും സ്വർഗത്തിൽ പോകാൻ യേശു കർത്താവിലൂടെ അല്ലാതെ മറ്റൊരു വഴിയില്ല. യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവ് കർത്താവുമായിട്ട് സ്വീകരിച്ച് സ്വർഗത്തിൽ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ട് തരണം. ഓക്കെ റോക്കി, നമുക്കിനി പോയാലോ? ഒത്തിരി നേരമായി, എനിക്കും വിശന്നു തുടങ്ങി. അങ്ങനെ ഒരു കാര്യം തീറ്റക്കാര്യം ഇതൊക്കെ കേൾക്കുകയെ. നമുക്ക് പോയാലും പെട്ടി കയറാം. ഞാൻ കെട്ടി കയറത്തില്ല. പിന്നെ ആര് കയറും? അങ്ങനെ കയറിക്കോ. അതുകൊള്ളാം, നിന്നെ പെട്ടി കയറ്റിക്കൊണ്ട് പോയിട്ടേ പറ്റുള്ളൂ. ഓക്കെ റോക്കി, എന്നാ കയറാം.